വെള്ളത്തിൽ വരച്ച വര പോലെ നാട്ടിൽ വന്നിട്ട് എന്റെ ഒരു പ്ലാനും നടന്നിട്ടില്ല. ഇപ്രാവശ്യം ബാഗും കൊണ്ട് പുറത്തേക്ക്. എവിടേക്കാന്നല്ലേ? ഹോസ്പിറ്റലിലേക്കാ. വേറെ ഞാൻ എവിടേക്ക് പോകാനാ? അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട പെർമിഷനുമായിട്ട് പോകുന്നു. അല്ല, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നൂറ് ചോദ്യം ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ പോവാണ്, എന്താ കേസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിരത്തി ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റിനും ഒടുവിൽ വേഗം വണ്ടിയിൽ കയറിയത്. ബസ്സിലും ടിക്കറ്റുമായിട്ടിരുന്നാൽ പിന്നെ ഒരു ക്വസ്റ്റിനും ഇല്ല. ഒരുവിധം കഷ്ടപ്പെട്ട് നേരത്തെ ടോക്കൺ എടുക്കാൻ വേണ്ടി നേരത്തെ എത്തി. അമ്മയച്ചനൊക്കെ ലേറ്റ് ആയിട്ടാ. എന്നിട്ടും കിട്ടിയത് 837. കുറേ കഷ്ടം. പക്ഷെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആയിരുന്നു. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ സസ്യാവേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് പുറമെ ഹോസ്പിറ്റലല്ലേ, കുട്ടികൾ വരുമല്ലോ, അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കുട്ടി പാർക്കും കൂടെ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള പോക്കാണത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഹോസ്പിറ്റലിനകത്ത് കയറി. അതായത് എനിക്ക് OP ടിക്കറ്റ് കിട്ടിയെന്ന്. സംഭവം അകത്ത് കയറി വന്നപ്പോഴത്തേക്കും ചെക്കിങ്ങും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം കണ്ടിട്ടുണ്ടോ? കണ്ണിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. മെയിൻ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് വിശ്രമവേളകൾ ആനന്ദകരമാക്കും കൂട്ടിക്കൊത്ത ചൂടും. അത് കഴിഞ്ഞ് സാധനം നമ്മുടെ കൈ കിട്ടി. 6 മാസത്തെ റെഗുലർ ചെക്കപ്പ് കഴിഞ്ഞു. 6 മാസം കൂടുമ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണേ. അപ്പൊ എനിക്ക് വേണ്ടിയുള്ള കണ്ണട സെലക്ഷൻ ആണ് നെക്സ്റ്റ്. 6 മാസം കൂടുമ്പോൾ എനിക്ക് പുതിയ കണ്ണട എടുത്തില്ലെങ്കിൽ സമാധാനം. അംബാനിയുടെ കൊച്ചുമോളൊന്നും അല്ലെങ്കിലും ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഏതായാലും 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കും. വീണ്ടും ടെസ്റ്റിംഗ്, വീണ്ടും മാറ്റിവെക്കും. ടൈം ഒരുപാട് പോയി. അതിനിടെ ഞാൻ ഫസ്റ്റ് എടുത്ത് തന്നെ വീണ്ടും ഫിക്സ് ചെയ്തു. പിന്നെ അതിന് അധികം ടൈമില്ലല്ലോ. പൈസയും കൊടുത്ത് 10 മിനിറ്റ് കൊണ്ട് നേരെ വീട്ടിലേക്ക്.